നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ദീർഘകാലം റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ള സ്പാനിഷ് ഇതിഹാസമാണ് സെർജിയോ റാമോസ്. പിന്നീട് 2021 അദ്ദേഹം ക്ലബ്ബ് വിടുകയും PSG പോവുകയും ചെയ്തു. അവിടെ 2 വർഷക്കാലമാണ് അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത്. പിന്നീട് തൻ്റെ പഴയ ക്ലബ്ബായ സെവിയയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി. എന്നാൽ 1 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം ക്ലബ്ബുകൾ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് ഫ്രീ ഏജൻ്റായി തുടരുകയാണ്. താരവുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് സെർജിയോ റാമോസിനെ സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. താരത്തിന് ഒരു ചെറിയ കോൺട്രാക്റ്റ് നൽകാൻ അവരിപ്പോൾ തയ്യാറാണ്. ട്രാൻസ്ഫർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുള്ള ഫിഷാജസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ന്യൂകാസിലിൻ്റെ ഡിഫൻസിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. പരിക്കാണ് അവരെ വല്ലാതെ അലട്ടുന്നത്. അത് താൽക്കാലികമായി പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സെർജിയോ റാമോസിനെ അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഈ സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു ഓഫർ ആയിരിക്കും അദ്ദേഹത്തിന് നൽകുക. അതല്ലെങ്കിൽ 18 മാസത്തേക്കുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഓഫർ വന്നു കഴിഞ്ഞാൽ സെർജിയോ റാമോസ് അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. റാമോസ് റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചെത്തിയേക്കും എന്നുള്ള റൂമറുകൾ ഈയിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ താരത്തെ തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ക്ലബിൻ്റെ തീരുമാനം. റാമോസിൻ്റെ ക്ലബ്ബുമായുള്ള ആ ഒരു ചാപ്റ്റർ അത് അവസാനിച്ചു കഴിഞ്ഞു എന്ന നിലപാടാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സമീപകാലത്ത് പരിക്കുകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് ഫ്രീ ഏജൻ്റായി കൊണ്ട് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.